നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ട് പോകുന്നൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ഫോണിനകത്തുണ്ട്. നമുക്കൊക്കെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്വകാര്യ ഡാറ്റകളൊക്കെ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ ആപ്പുകളിലേക്കൊക്കെ ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ശരിയാക്കി വെക്കേണ്ട സെറ്റിങ്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. ഏതാണ് നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജിമെയിൽ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ ജിമെയിൽ എന്നുള്ള ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിലുണ്ടാകും. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് 3 ലൈന് കാണും. ഈ കാണുന്ന 3 ലൈന് ഇടത് ഭാഗത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക. കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാം സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ എല്ലാ മെയിൽ ഐ ഡിയും കാണും. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ആയതാണെങ്കിൽ അതിവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നിങ്ങളുടെയൊക്കെ ഫോണാണ്, ഇത് ഓൺ ആയിരിക്കും ഈ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇവിടെ ഏറ്റവും അവസാനത്തിൽ ഈ ഒരു ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്ത് കാണാൻ സാധിക്കും. നിങ്ങളിവിടെ കൃത്യമായി വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഈ ഒരു ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ, നിങ്ങളുടെ ജിമെയിലും അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഡാറ്റയും അടങ്ങിയിട്ടുള്ള ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്യപ്പെടുമെന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഡാറ്റകളൊക്കെ ഇതൊരു സ്മാർട്ട് ഫീച്ചേഴ്സായിട്ട് മറ്റ് ഡിവൈസുകളിലേക്ക് ഗൂഗിൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ മറ്റുള്ളിടത്തേക്ക് ഷെയർ ചെയ്ത് പോകുമെന്ന് പേടിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ അൺടിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെറിയൊരു സെറ്റിങ്സാണ്. നിങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.